ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിമ്പിൾ കോയിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ഏകദേശം ഒരു മെയ് മാസത്തിലാണ് തുടങ്ങിയത്. മെയ് ഒരു പകുതിയോട് കൂടിയാണ് ഈ സിമ്പിൾ ആപ്പ് സ്റ്റാർട്ട് ആയത്. ഏകദേശം ഒരു മെയ് അവസാനിക്കാറായപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് യൂസേഴ്സായി. ആ സമയത്ത് തന്നെയാണ് ഞാനും കയറിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അന്ന് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി തന്നെ എക്സ്പാൻഡ് ചെയ്ത് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുണ്ടാകും. ആദ്യമൊക്കെ ആകെ 50 ആൾക്കാർ മാത്രമേ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ബ്ലമ്മ പോലെ വളരെയധികം റെഫറിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഇതാകാൻ ലിമിറ്റഡ് ആക്കി മാറ്റി. സോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ റോഡ് മാപ്പ് ഒന്ന് നോക്കാം. റോഡ് മാപ്പ് എന്ന് പറയുന്നത് Q3 Q4 അവിടെ ടോക്കൺ സിമ്പിൾ അവതരിപ്പിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. സോ സിമ്പിൾ ആപ്പും സിമ്പിൾ കോയിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ലിസ്റ്റിംഗ് വരുന്നത് 2025 Q1 അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം, അടുത്ത കൊല്ലം ആ സമയത്തായിരിക്കും ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്. ബട്ട് അത് വിചാരിച്ച് നിങ്ങളാരും കളിക്കാതിരിക്കരുത്. കാരണം അത്ര സമയം കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കോയിൻസ് അക്യുമുലേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ഓരോ ഗെയിമും കളിക്കാൻ നോക്കിക്കോളൂ. എനിക്ക് കൂടുതൽ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചിന്ത വേണം. സോ ഇതിലധികം പണികളൊന്നുമില്ല. ഒരു ഡെയിലി ഒരു 8 മണിക്കൂർ കൂടുമ്പോൾ ഇതൊന്ന് കയറി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിൽ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. സോ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. സോ ഇവിടെ ആകെ മെയിൻ ആയിട്ടുള്ളത് ഒരു ചെറിയൊരു സ്മൈലിയുടെ ചിഹ്നമുണ്ട്. സോ ഇതുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കോയിൻസ് ഇവിടെ നമുക്ക് ടോട്ടൽ ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ എത്ര കോയിൻ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ഇവിടെയുള്ള ടാപ്പ് സൈസാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും 8 മണിക്കൂർ നിങ്ങൾക്ക് എത്ര ടാപ്സിനുള്ള അവൈലബിലിറ്റി ഉണ്ടെന്ന് കാണാൻ പറ്റും. സോ 8 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്പ് ഒന്ന് എടുത്തിട്ട് ലോഗിൻ ചെയ്ത് ആ ഇത്ര ടോട്ടൽ ടാപ്പ് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്ത് തീർത്ത് അത് നിങ്ങളുടെ ബാലൻസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ടാസ്കുകൾ കാണാം. ഒരുപാട് ടാസ്കുകൾ എടുക്കേണ്ട. ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കുറേയൊക്കെ വെറുതെ ഫോളോ ചെയ്യാനും ജോയിൻ ചെയ്യാനൊക്കെയാണ്. സോ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത് ഇൻവിറ്റേഷൻ ആണ്. സോ ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താലും ആ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ 10% നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവരുടെ പ്രോഫിറ്റോട് കിട്ടാൻ പറ്റും. സോ പിന്നെ അടുത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിലുള്ള പോലെ പെർ അവർ ഇൻകം ആണ്. ഇവിടെ ഈ ഒരു ബൂസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെർ അവർ അല്ല, പകരം നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് സൈസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ ഇവിടെ എത്ര ടാപ്പ് കിട്ടുന്നത് അതെങ്ങനെ കൂട്ടാം. അപ്പോൾ 8 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ കോയിൻസ് അവിടെ അക്യുമുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെയുള്ള കാർഡുകൾ മേടിച്ചിടാം. സോ നമ്മളെ മറ്റേ ഹാംസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്പോട്ട് ട്രേഡിങ് മേടിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ കസ്റ്റോഡിയൻ വാലറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ലെവൽ 3 ആവേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ P2P മേടിക്കണമെന്നുണ്ടെങ്കിൽ CX എന്ന് പറഞ്ഞ കാർഡ് എന്ത് ചെയ്യും, ചിലപ്പോൾ ലെവൽ 10 ആവേണ്ടി വരും. സോ അങ്ങനെ ഓരോ നിബന്ധനകളുണ്ടാവും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ കോയിൻസ് കാർഡ് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ വേണ്ട, പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മേടിക്കേണ്ട, നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന കോഡ് കൊണ്ട് മാത്രം മതി, അങ്ങനെ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ എല്ലാ കാർഡും ഏകദേശം മേടിച്ചിട്ടുണ്ട്. എല്ലാതും ഏകദേശം 1 ലെവലെങ്കിലും മിനിമം ആക്കിയിട്ടുണ്ട്. ബാക്കി 10 ലെവൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് വേറെ കാർഡിന് ഡിപ്പെൻഡൻസ് വരും. അതായത് ചിലപ്പോൾ CX 10 ലെവൽ ആകുമ്പോഴായിരിക്കും എനിക്ക് ചിലപ്പോൾ റെഫറൽ പ്രോഗ്രാംസ് അൺലോക്ക് ആവുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ മെയിൻ സ്ക്രീനിലുള്ള ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു ടാബാണ്. സോ ഫോർച്യൂൺ എന്ന ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീലാണ്. സോ നമുക്കവിടെ കാർഡുകൾ അപ്ഗ്രേഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും ഒരു ടാപ്പിൽ 96 ആണ് കിട്ടുന്നത്, 1 ടാപ്പിൽ. സോ അങ്ങനെ കൂടുതൽ ടാപ്പ് സൈസ്, അത് നിങ്ങൾക്ക് ഒറ്റ ടാപ്പിന് കൂടുതൽ പോയിന്റ് കയറുമ്പോഴുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് വളരെ കുറച്ച് മതി. ഇപ്പോൾ ഞാനിപ്പോൾ ടാപ്പ് ചെയ്താൽ എനിക്ക് ആകെ 4-5 ടാപ്പ് ചെയ്താൽ തന്നെ ഒരു മിനിറ്റ് ഇരിക്കേണ്ട. അതിന് മുന്നേ എന്ത് ചെയ്യും, എൻ്റെ ഫുൾ ടാപ്പ് സൈസ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. സോ അങ്ങനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർച്യൂണിൽ വരാം. നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഫോർച്യൂൺ വീൽ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് കൂടുതൽ വീല് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. ഞാനിവിടെ ഒരു ഡെമോ ആയിട്ടൊരു വീല് കറക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പിൻ വീല് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കാണാൻ പറ്റും കോയിൻസ് 10,000 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. സോ ആ കോയിൻസ് കയറുന്നത് നേരെ എന്ത് ചെയ്യും, ഇതിലേക്കായിരിക്കും ആ കോയിൻസ് കയറാൻ പോകുന്നത്. ടോട്ടലായിട്ടുള്ള SMPL ഇതിലേക്കായിരിക്കും കയറാൻ പോകുന്നത്. പിന്നെ അടുത്ത് ടു ദ മൂൺ എന്ന സംഭവമുണ്ട്. ടു ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാപ്പ് സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും. സോ അത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാനത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തോ, ഞാനിതുവരെ അത് മേടിച്ചിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വിഡ്രോവൽ ഓപ്ഷനാണ്. സോ വിഡ്രോവൽ ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ ടാസ്കുകൾ ഉണ്ടാകും കുറച്ച്. ഈ ടാസ്കിൽ തന്നെ ഒരു ആപ്പ് കയറി ഇൻസ്റ്റാൾ ചെയ്ത് അവരൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയും. സോ ആ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ടോപ്പിലുള്ള സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പ്രൊഫൈൽ കാണാൻ പറ്റും. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഞാനത് ഹൈഡ് ആക്കിയേക്കാണ്. ആ ഇമെയിൽ ID എന്ത് ചെയ്യുക, അത് തന്നെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സിമ്പിൾ ആപ്പിലും ലോഗിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ടെലഗ്രാം ബോട്ടിനെയും ആ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഒരേ ഇമെയിൽ ID ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ യെല്ലോ കളറിൽ കണക്റ്റഡ് വിത്ത് സിമ്പിൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ അത് കൺഫേം ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ഒരു കാര്യം ആലോചിക്കുക, വിഡ്രോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കരുത് ഇപ്പോൾ നമ്മളോട് നിന്ന് വിഡ്രോ ചെയ്ത് അപ്പോൾ തന്നെ പൈസ പിൻവലിക്കാം എന്നുള്ള തോട്ട് വയ്ക്കരുത്. ആ വിഡ്രോ ചെയ്ത് നമ്മളെ സേഫായിട്ട് എവിടെ കൊണ്ടുവയ്ക്കുന്നു, സിമ്പിൾ എന്ന് പറഞ്ഞ ആപ്പിൽ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അത്ര മാത്രമാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കാലയളവിൽ Q1 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവർ ചിലപ്പോൾ എയർ ഡ്രോപ്പ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ലിസ്റ്റിംഗ് ആണ് പറഞ്ഞത്, എയർ ഡ്രോപ്പ് എത്ര നാളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എയർ ഡ്രോപ്പ് അതിന് മുന്നേ തീർന്നേക്കാം. ഇപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം കൂടി എന്ത് ചെയ്യാം, എയർ ഡ്രോപ്പ് സ്റ്റോപ്പ്
ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ആ കോയിൻസ് വേണമെങ്കിൽ സ്റ്റേക്കിനിടാം, അങ്ങനെ പല ഓപ്ഷൻസ് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിംഗ് വലുതാക്കാനായിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇവർ എയർ ഡ്രോപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ കളിക്കാൻ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ആപ്പിലേക്ക് വിഡ്രോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആപ്പിലേക്ക് വിഡ്രോ ചെയ്യുന്നതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവരുടെ CEO ആയ അലക്സ് ഫ്രം സിമ്പിൾ എന്നുള്ളത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 20 റെഫറെങ്കിലും മിനിമം വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ആ ആപ്പിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട്. വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോയിൻ നമുക്ക് ഇതൊരു വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതിന് പകരപ്പെട്ടുള്ളൂ ആകെ നമ്മുടെ ടോട്ടൽ കോയിൻസിൻ്റെ 10% മാത്രമാണ് ആ ആപ്പിലേക്ക് വിഡ്രോ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. സോ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് 20 റെഫറിൽ എന്തായാലും വേണം എന്ത് ചെയ്യാനായിട്ട്, വിഡ്രോ ചെയ്യാനായിട്ട്. ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ലിമിറ്റ് ചിലപ്പോൾ 15, 10 അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് കുറച്ചുകൊണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളിപ്പോൾ 20 റെഫറിൽ കിട്ടിയില്ല എന്ന് വെച്ച് പേടിക്കാൻ നിൽക്കണ്ട. കാരണം കോയിൻസ് എപ്പോഴും എവിടെയാണ്, നിങ്ങളുടെ ബോട്ടിൽ സുരക്ഷിതമാണ്. എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്താ സിമ്പിൾ കോയിനിലേക്ക്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്തായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഹാംസ്റ്റർ കോമ്പയിൽ പറഞ്ഞ പോലെ PPH ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്തായിരിക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ, സിമ്പിൾ കോയിൻ ആണോ അതോ PPH ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സോ ഇവിടെ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർലി ഇൻകം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന് പകരമായിട്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഫോക്കസ് ഓൺ ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. ഇത് ഓൾറെഡി അവിടെ CEO തന്നെ പറഞ്ഞതാണ്. സോ നമ്മൾ എന്ത് ഫോക്കസ് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അവർലി ഇൻകമിന് ഒന്നിനും ഫോക്കസ് ചെയ്യേണ്ട. അത് കൂട്ടുകയോ കൂട്ടാണ്ടിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വിഡ്രോ എന്നൊരു ബട്ടൺ കാണാം. ആ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് കാണാം, യു മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 20 ഫ്രണ്ട്സ് ആൻഡ് 10% മാത്രമാണ് ഇൻകം പിൻവലിക്കാൻ പറ്റുള്ളൂ. പിന്നെ 24 മണിക്കൂറിൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് പിൻവലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൺഫേം ചെയ്യണം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് പിൻവലിച്ചതിന് ശേഷം നേരെ അവിടെ പോയി കിട്ടില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ സിമ്പിൾ ആപ്പ് എടുത്തിട്ട് നമ്മളത് കൺഫേം ചെയ്യണം. സോ നമുക്ക് സിമ്പിൾ ആപ്പ് നിങ്ങൾ ഇതുവരെ കിട്ടിയില്ല, ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പ്ലേ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ബൈ ക്രിപ്റ്റോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. സോ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക. ഈ സിമ്പിൾ ആപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു നമുക്ക് കറൻസി ഒക്കെ മേടിക്കാനുള്ളതില്ലേ, ക്രിപ്റ്റോ കറൻസി മേടിക്കാനുള്ള ഒരു ചെറിയ എക്സ്ചേഞ്ച് പോലത്തെ ഒരു സ്ഥലമാണ്. സോ ഈ സ്ഥലത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് കോയിൻസ് വിഡ്രോ ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുകയാണ്. കണ്ടീഷൻസ് വായിച്ചു, നമ്മൾ കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് ആകെ 10% പറ്റുള്ളൂ ടോട്ടൽ ഓറിൻ്റെ. അപ്പോൾ 10,000 1 lakh സംതിങ് പറഞ്ഞത്. സോ ഞാൻ നെക്കി മെൻഷൻ ചെയ്യുന്നത്, ഞാൻ വെറുതെ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. സക്സസ് ആയിത്രേ ഉള്ളൂ. ഇനി നേരെ എന്ത് ചെയ്യണം, നമ്മൾ സിമ്പിൾ ആപ്പിലേക്ക് നമ്മൾ നേരെ പോകും. റീഡയറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഓൾറെഡി റീഡയറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന സിമ്പിൾ കോയിൻസ് ഇവിടെ കളക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് എന്തായാലും മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കണം. സോ നമ്മൾ കളക്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്രയുണ്ട്, 1 lakh സംതിങ്ങോളം സിമ്പിൾ കോയിൻസ് ഇപ്പോൾ എൻ്റെ ആപ്പിൽ വന്ന് കിടപ്പുണ്ട്. ഇനി ഇത് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇത് വിഡ്രോ ചെയ്യാൻ അത്ര നാൾ എന്ത് ചെയ്യും, ഇതിവിടെ സുരക്ഷിതമായിട്ട് അവിടെ കിടന്നോളും. പിന്നീട് ഇവിടെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കളക്ട് ചെയ്ത സിമ്പിൾ കോയിൻസ് നമുക്കിവിടെ എന്ത് ചെയ്യാം, കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇനി ഞാൻ വിഡ്രോ നിൽക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഇനി 24 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഫാമിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ കാണും. അത് ഓപ്പൺ ചെയ്തിടണം. ഓപ്പൺ ചെയ്താൽ മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയി 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫാമിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സിമ്പിൾ കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഫാം ചെയ്ത് തുടങ്ങും. തിരിച്ച് ആ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ടോട്ടൽ ടാപ്പുള്ള ലിമിറ്റ് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് ഇവിടെയുള്ള ബാലൻസിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമുള്ളൊരു ആപ്പാണ്. സോ നിങ്ങളെല്ലാവരും മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക നോക്കുക, ഇത് കളിക്കാൻ നോക്കുക. കാരണം അത്ര ടൈം പോകുന്നില്ല, അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 8 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മൾ ഇതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നീട് മെസ്സേജിൽ ഇതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി. സോ എല്ലാവരും കളിക്കുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.